നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മളെ സ്വാധീനിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ ബന്ധുക്കളുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, അങ്ങനെ പലരും ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അവര് തമാശക്കാരായിരിക്കാം, ദേഷ്യപ്പെടുന്നവരായിരിക്കാം, കാര്യഗൗരവമുള്ളവരായിരിക്കാം, പല കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു തരുന്നവരായിരിക്കാം, അങ്ങനെയുള്ളവരാണ്. ചിലർ പേടിപ്പെടുത്തുന്നവരായിരിക്കാം, നമുക്ക് ഇഷ്ടമില്ലാത്തവരായിരിക്കാം, വെറുക്കുന്നവരായിരിക്കാം, അങ്ങനെ പല സൈസ് ആൾക്കാരുണ്ടായിരിക്കും അല്ലേ? പക്ഷെ നമ്മുടെ മനസ്സിനെ കുത്തി നോവിക്കുന്ന ഒരു കൂട്ടരും കൂടെ ഉണ്ട് ഇത് കൂടുതൽ ഇല്ലേ? ഏത് സമയവും നമ്മുടെ പിന്നെ നടന്ന് നമ്മളെ ഉപദ്രവിക്കുന്നതായിട്ട് കുറച്ച് കൂട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെടുന്നവരെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. ആരായിരിക്കാം? നമ്മുടെ അമ്മായിയമ്മയായിരിക്കാം, അമ്മായിയപ്പനായിരിക്കാം, ഭർത്താവായിരിക്കാം, ഭർത്താവിന്റെ സഹോദരന്മാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്റെ ഭാര്യമാരായിരിക്കാം. ഇങ്ങനെ ഏത് ലെവലിൽ വേണേലും അത് നമ്മളെ നോവിക്കുന്നവരായിട്ടുണ്ടാകും അല്ലേ? ഇതിനധികം ദൂരമൊന്നും നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ നിരക്കി നിർത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ആദ്യം തന്നെ നമുക്ക് ചുറ്റും ഒരു ബൗണ്ടറി ഉണ്ടാക്കി വെക്കുക. നമ്മുടെ ചുറ്റും നമ്മളിലേക്ക് ഇവർ കയറി നമ്മളെ ഭരിക്കാൻ ഒരിക്കലും ഇടവരുത്താതിരിക്കുക. നമുക്ക് എന്തൊരു വാല്യൂ നമ്മൾ തന്നെ കീപ്പ് ചെയ്തേക്കണം. അതായത് ഭർത്താവിനാണേലും അമ്മായിയമ്മയ്ക്കാണേലും സഹോദരങ്ങൾക്കാണേലും ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മളിലേക്ക് ഭരിക്കാനുള്ള അവസരം നമ്മൾ ആദ്യമേ കൊടുക്കാതിരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ അത് പിടിച്ചാൽ കിട്ടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പം ആദ്യം തന്നെ നമ്മളൊരു ബൗണ്ടറി ഉണ്ടാക്കി വെച്ചേക്കുക. പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവരുമായിട്ട് സംസാരിക്കുക. അല്ലാതെ ആവശ്യമില്ലാതെ എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് തുറന്ന് നമ്മുടെ വീട്ടിലെ സർവ്വചരിത്രങ്ങളും അവരുമായിട്ട് സംസാരിക്കാൻ ഇടവരുത്തുക. അപ്പോൾ നമ്മൾ അവരെ വിലയിരുത്തുന്നത് ആ രീതിയിലായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ പിന്നീട് അതെടുത്തു വെച്ച് നമ്മളെ ഉപദ്രവിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഒത്തിരി നമ്മൾ പറഞ്ഞും കേട്ടിട്ടുണ്ട്. പറഞ്ഞിട്ടുമുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളായിട്ട് അനുഭവിക്കുന്നവരും ഉണ്ട്. അപ്പം നമ്മൾ അവർക്കൊരു പരിധി വെക്കുക. എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. പറഞ്ഞു വയ്ക്കുക. പിന്നെ എല്ലാ കാര്യത്തിനും നമ്മൾ എവിടെ പോകുമ്പോഴും പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവം, അതായത് ഭർത്താവിനോട് അനുവാദം വാങ്ങി ഭർത്താവ് അനുവാദം തന്നാൽ മാത്രമേ ഞാൻ പുറത്തു പോകുള്ളൂ എന്നുള്ള ആ സ്വഭാവം നമ്മൾ ആദ്യമേ തുടങ്ങി ശീലിപ്പിക്കാതിരിക്കുക. പിന്നീട് നമ്മൾക്ക് അതിൽ കുറെ കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിലൊരു മടുപ്പ് തോന്നി തുടങ്ങും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പുറത്തു പോകാൻ നമുക്ക് സാധിക്കാതെ വരും. അത് അവർ മുതലാക്കുകയും ചെയ്യും. അതിൽ തുടങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പിന്നെയുണ്ട്, ഇവരെന്ത് പറഞ്ഞാലും നമ്മൾ ഈ ചെവിയും കൊണ്ട് കേട്ട് ഈ ചെവി കൂടെ വിട്ടേക്കുക. ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക. ആവശ്യമില്ലാത്തതിനുള്ളതെല്ലാം ചെവി കൊടുക്കാതിരിക്കുക. അത് എനിക്കാണേലും നിങ്ങൾക്കാണേലും ആർക്കാണേലും ആവശ്യമുള്ളത് കേട്ടാൽ മതി. അത് ഭർത്താവിൻ്റെ ആണേലും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ആണേലും നമ്മുടെ സഹോദരങ്ങളുടെ ആണേലും അവരുടെ ഭാര്യമാരെ ആരുടെ ആണേലും ആവശ്യമുള്ളത് മാത്രം. ആവശ്യമില്ലാത്തതിനെല്ലാം ചെവി കൊടുക്കാൻ പോയ ജീവിതത്തിൽ ദുഃഖം അനുഭവിച്ചിട്ടേ നമുക്ക് പിന്നെ നിരാശയായിരിക്കും ജീവിതത്തിലെ ഫലം. അപ്പം അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെവി കൊടുക്കാതെ ഇരിക്കുക. പിന്നെ എല്ലാ കാര്യങ്ങളും അവരോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ, അവർ പറയണ പോലെ ചെയ്യാവുള്ളൂ എന്നുള്ള നിബന്ധനകൾ ഉള്ളപ്പോൾ നമ്മൾ വേറെ താമസിക്കാൻ ശ്രമിക്കുക. അവര് എല്ലാത്തിനും നമുക്കും ഒരു ബൗണ്ടറി കൽപ്പിക്കുകയാണ്. നമ്മൾ എൻ്റെ വീട്ടിൽ ഇന്നതേ നീ ചെയ്യാവുള്ളൂ, ഇന്നതുപോലെ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ സാഹചര്യത്തിൽ നിന്ന് വന്നതാ. നമ്മുടെ സാഹചര്യമാണ് നമ്മൾ ചെറുപ്പം തൊട്ട് വളർന്ന സാഹചര്യം നമ്മൾ ആ വീട്ടിൽ കാണിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലാണ്ട് പുതിയൊരു ജീവിതം ഉണ്ടായി കുറേ സമയങ്ങളെടുക്കും നമ്മൾക്ക് അതിലേക്ക് വരാൻ ഇല്ലേ? കുറേ സമയങ്ങളെടുത്ത ശേഷം മാത്രമേ അവരുടെ ജീവിത സാഹചര്യമായിട്ട് നമുക്ക് ഇണങ്ങിപ്പോകാൻ പറ്റുള്ളൂ. എന്നാലും വർഷങ്ങൾ കഴിഞ്ഞാലും പല സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ സാധിക്കുന്നില്ല. നമ്മൾ ജീവിച്ച ആ സാഹചര്യം നമ്മുടെ മനസ്സിൽ കിടക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഒരു തിക്കൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവിടെ അനുഭവപ്പെടുവാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ വേറെ താമസിക്കാൻ റെഡിയാവുക, അല്ലെങ്കിൽ അവരോട് പറയുക എനിക്കിത് ബുദ്ധിമുട്ടുണ്ട്. ഹസ്ബൻഡിനോട് പറയുക എനിക്കിത് ബുദ്ധിമുട്ടുണ്ട്, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ തുറന്നങ്ങ് സംസാരിച്ചേക്കുക. അതിനെ അംഗീകരിക്കുന്നവരാണെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ താമസിക്കാൻ റെഡിയാവുക എന്ന് പറഞ്ഞേക്കുക. അത് ആദ്യമേ തന്നെ വേണം. ഞാൻ ഇന്ന സാഹചര്യത്തിൽ വന്നതാണ്, അല്ലാതെ അവർ നമ്മുടെ തലയിൽ കയറി ചെവി തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ട് ഒരു പ്രയോജനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. പരമാവധി നമ്മൾ കേട്ടപാട് വെക്കാതിരിക്കുകയാണ് വേണ്ടത്. നമുക്ക് ഒത്തിരി സ്ട്രിക്റ്റുകൾ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അതെല്ലാം അനുഭവിക്കാൻ ഇടവരുത്താതിരിക്കുക. നമ്മൾ നമ്മുടെ വീട്ടുകാരെ വിവരം അറിയിക്കുകയൊക്കെ വേണം കേട്ടോ. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പണ്ടും ഉണ്ട്, എന്നാൽ ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ പരമാവധി നമ്മുടെ വീട്ടുകാരെ വിവരം അറിയിക്കുക. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ നോക്കിക്കോണം. അല്ലാണ്ട് അവിടെ തന്നെ കിടക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോഴേ നമ്മൾ അതിനെ അങ്ങ് റിയാക്ട് ചെയ്യാണ്ടിരുന്നേക്കുക. നമ്മളതിന് റെസ്പോൺസായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ അധികം വില കൽപ്പിക്കാതെ അങ്ങ് ഇരുന്നാൽ മതി.
അല്ലാണ്ട് നമ്മളും ആ കൂടെ തന്നെ അപ്പം തന്നെ റിയാക്ട് ചെയ്താൽ അത് ഭയങ്കര കശകശയിലേ തീരുള്ളൂ. അപ്പം നമ്മൾ അധികം അതിനെ റിയാക്ട് ചെയ്യാൻ പോവാതിരിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിന്ന് വെച്ചു, അല്ലെങ്കിൽ നമ്മുടെ നാത്തുമാര് അല്ലെ അമ്മായിമ്മയുടെ ഭാഗത്ത് എന്തെങ്കിലും ഇതുണ്ടായി, നമ്മൾ അതൊരു 5 പേരോടോ 10 പേരോടോ പറയുമ്പോൾ 10 കഥയായി പോകാൻ സാധ്യതയുണ്ട്. അത് അതിന്റെ ഡോസ് കൂടി 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 വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള പരമാവധി ഇങ്ങനെ നമ്മൾ ഭർത്തൃ വീട്ടിൽ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് മാത്രം ഒതുക്കുക, നമ്മുടെ വീട്ടിൽ പറഞ്ഞ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഭർത്താവിന്റെ വീട്ടിൽ അവരോട് സംസാരിച്ചിട്ട് എല്ലാവരും കൂടി തീരുമാനം എടുക്കാൻ പോവുക. അല്ലാണ്ട് നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ അറിയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കറുത്ത സാധനം ഛർദ്ദിച്ചിട്ട് കാക്കേനെ ഛർദ്ദിച്ചാന്ന് പറഞ്ഞ പോലെ അതൊരു വലിയ കഥയായിട്ട് തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കാവുള്ളൂ. അതിനൊരു ലിമിറ്റ് വയ്ക്കുക. ഒത്തിരി എല്ലാവരോടും ഒരു കാര്യങ്ങളും പറയാൻ പോകാതെ, പിന്നീട് അത് വലിയ സംഭവമായാൽ മാത്രം മറ്റുള്ളവർ അറിഞ്ഞാൽ മതി. എന്നാലും ഒരു കഥ ചിലപ്പോൾ പല വിധത്തിലേക്കായിരിക്കും അത് പറഞ്ഞു ഒപ്പിച്ചു വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ പല കാര്യങ്ങളും ആദ്യമേ തൊട്ടാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ ഭാര്യയുടെ ആണെങ്കിലും അമ്മായിയമ്മയുടെ ആണെങ്കിലും അമ്മായിപ്പൻ്റെ ഭർത്താവിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ അനിയന്മാരുടെ അനിയത്തി ആരുടെ പ്രശ്നങ്ങളാണേലും അത് നമ്മൾക്ക് ആദ്യമാണ് കൈകാര്യം ചെയ്യാം. ഇത് കേട്ടിട്ടില്ലേ, അടയ്ക്കയാണെങ്കിൽ മടിയിൽ വെക്കാൻ അടയ്ക്കാമരമായി കഴിഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അത് വളർന്ന് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അവിടെ തന്നെ പരിഹരിക്കാൻ നോക്കുക. അത് വളർത്തി വലുതാക്കി കൊണ്ടുവരാണ്ടിരിക്കാൻ ആദ്യമേ തന്നെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വയ്ക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്നതാണെന്ന് നമുക്ക് തന്നെ ഒരു ബൗണ്ടറി സൃഷ്ടിക്കുക. അത് ഭർത്താവിനാണേലും ഭാര്യയ്ക്കാണേലും മക്കൾക്കാണേലും ഭർത്താവിൻ്റെ സഹോദരങ്ങൾക്കാണ് ആർക്കാണേലും നമ്മളിലേക്ക് അധികം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് അവർ നമ്മളെ അടിച്ചമർത്തുന്ന ഒരവസ്ഥയിലേക്ക് ആകാണ്ടിരിക്കാൻ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണം. ആ ബൗണ്ടറിക്കുള്ളിൽ നമ്മൾ സേഫായിട്ടിരിക്കണം. അത് എല്ലാവർക്കും ഉള്ളൊരു പാഠമായിരിക്കട്ടെ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ.